എന്നിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ മുന്നിലുണ്ടായിരുന്നൊരു കടമ്പ എന്ന് പറയുന്നത്, എനിക്ക് സാധാരണ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് 1 മാസം പിടിക്കും. ഇതെല്ലാം സബ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ്. ജനുവരി 1-ാം തീയതി ആയിരുന്നു. ജനുവരി 10-ാം തീയതി എൻ്റെ വിസ തീരുമായിരുന്നു. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഓൺലൈൻ റിസൾട്ട് വന്നാൽ മാത്രമേ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഞാനപ്പോൾ ജനുവരി 1-ാം തീയതി ഞാൻ എൻ്റെ സബ്മിഷൻ നടത്തി. അത് കഴിഞ്ഞ് ജനുവരി 7-ാം തീയതി ഞാൻ അപ്ലിക്കേഷൻ വെച്ചു, വിസയ്ക്കുള്ള അപ്ലിക്കേഷൻ വെച്ചു. അപ്പോഴും നമ്മളിവിടെ ഈ ആധാർ കാർഡിനൊക്കെ നമ്മൾ ഫിംഗർ പ്രിൻ്റ് കൊടുക്കുന്ന പോലെ അവിടെ നമുക്ക് പെർമിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫിംഗർ പ്രിൻ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിന് വേറൊരു ദിവസം എടുത്താൽ മതി എന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് അപ്ലിക്കേഷൻ മാത്രം വെച്ചു. അപ്പോൾ എന്നോട് ഓൾറെഡി പറഞ്ഞിരുന്നു, ഇപ്പം ഇൻ കേസ് അങ്ങനെ അപ്ലിക്കേഷൻ റിജക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് ഞാൻ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്ലിക്കേഷൻ ഫീ കയ്യിൽ നിന്ന് പോവും. പിന്നെ വീണ്ടും അപ്ലൈ ചെയ്യാൻ വീണ്ടും ഈ 1.25 ലക്ഷം രൂപയ്ക്ക് പൈസ കൊടുക്കും വേണം. അതും ഞാൻ നാട്ടിൽ വന്നിട്ട് വേണം അപ്ലൈ ചെയ്യാന്നുള്ളത്. അങ്ങനെ ജനുവരി 7-ാം തീയതി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു.